ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇന്നിപ്പോൾ ഡ്രസ്സൊക്കെ തുരടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നൊരു വെയിലൊക്കെ കാണുന്ന ദിവസമാണ്, മഴയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നമുക്ക് വിരിച്ചിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അലക്കിയതും ഉണ്ടായിരുന്നു, പിന്നെ ഉണങ്ങിയിട്ട് ഒരു പകുതി ഉണക്കമുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എപ്പോഴാണ് മഴ വരാമെന്ന് ഒരു ഐഡിയ. അതുകൊണ്ട് തന്നെ എല്ലാ പണിയുടെ മുന്നേ ഞാൻ ഇതങ്ങോട്ട് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം വിരിച്ചിട്ടിട്ട് വേണം നമുക്കിനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ വെയിൽ വൈകുന്നേരം വരെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ഉണങ്ങി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ആകെ പാട് പെടും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ടേ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളൊക്കെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുരിങ്ങടല പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മുരിങ്ങടലക്ക് എന്തിനാ പുളി ചേച്ചെടുത്തിരിക്കണമെന്ന് തോന്നണ്ട. നമ്മളിന്ന് കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ ചീത്തതാണോ എന്നൊന്നും കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. പക്ഷേ വാങ്ങി 100 രൂപയ്ക്ക്. 100 രൂപയ്ക്ക് എത്രയാണെന്നറിയോ? 2, 4, 6, 8, 10, 11 10 രൂപ ഒരു മത്തിക്ക്. എന്താ കഥ? 1 രൂപ 10 രൂപയ്ക്ക് ഒരു മത്തി. ഇതിലും ഭേദം ചിക്കൻ മേടിക്കാം. 3 ദിവസം കഴിയാം. അതിപ്പോൾ ഒരു ദിവസത്തേക്ക് കറി വയ്ക്കാനും വറക്കാനും കൂടെ. ശരിയാ, മീൻ വാങ്ങേണ്ടത്. പിന്നെ കൊതിയുടെ എന്ത് ചിക്കൻ എന്നാലോചിച്ചിട്ട് ഞാൻ മേടിച്ചതാട്ടോ. എന്നും ചിക്കനൊന്നും അല്ല, അല്ലാത്ത ദിവസങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പരിപ്പ് അതും ഇതും മാത്രമല്ലേ, മീൻ കൂട്ടാൻ അങ്ങോട്ട് പൂതിയായി. ആദ്യം നമുക്കില്ലേ മുരിങ്ങടലൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മീനിൻ്റെ പരിപാടിക്ക് നോക്കാം. പിന്നെ എളുപ്പം കാര്യങ്ങൾ ചെയ്യാം. അത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ തന്നെ സമയം ഒരുപാട് പോകും. പിന്നെ പൂജട്ടി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൻ്റെ പേരിലാണ് നമ്മളിതൊക്കെ ചെയ്യണത് ഗൈസ്, അല്ലേ? ആള് പോയോ? ഇനിയിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഹലോ. നമുക്ക് പിന്നെ പനി ആയാലും ജലദോഷം ആയാലും മേലുവേദന ആയാലും ചെയ്യണം. ഇവരൊക്കെ പിന്നെ റെസ്റ്റ് ഉണ്ട്. എന്താ പറയുന്നത്? മറ്റേ ഇതെവിടെ എവിടെ കൊടുത്ത് നിർത്തിച്ചായിരുന്നു? അത് ഒരു സാധനം എടുത്തു കഴിഞ്ഞാലേ പുതിയ ഫേഷ്യൽ റൈസർ മേടിച്ചതായിരുന്നു. നമ്മൾ പൊന്നേ കരളേച്ചിട്ട് ഒന്ന് വാങ്ങിയാല് അതുകൊണ്ട് ഒരുപാട് നിൽക്കാൻ വേണ്ടി, ഒരുപാടല്ല എന്നാലും ഉപയോഗിക്കുമ്പോൾ വൃത്തി മെനയിലുണ്ടേ. അത് എനിക്ക് കിട്ടിയ സ്ഥലം എവിടെയായിരുന്നു? മോളോ എടുക്കട്ടെ, വെക്കാം അവിടെ. ഇനി ഇവിടെ ഈ വീട്ടിലുള്ള ദിവസമല്ലേ ഒരു സ്വൈതൊന്നും പറയണ്ടാവില്ല. ഇവർക്കൊക്കെ മിഠായി കിട്ടിയ ഒരേപോലെ നമ്മൾ 3 ആൾക്കും വീതിച്ചിട്ട് ഇന്റെ ഭാഗം ഞാൻ എടുത്ത് വെക്കും. എനിക്കത് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല. എനിക്കൊരു ഇഷ്ടമുള്ള മൂടുള്ള സമയത്തൊക്കെ നമ്മൾ കഴിക്കാം. ഇവരുടെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് മോളോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ എൻ്റെ ഡേറ്റ് കഴിയും. മോളോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ അതിൽ തണുപ്പ് കയറും. എന്നിട്ട് അതെടുത്ത് കഴിക്കും. അപ്പം എനിക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ഒരു മിഠായിയോടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കട്ടെ. കൊടുക്കാണ്ടിരിക്കല്ല കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ അടുത്ത ആവശ്യമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ പനിയാണ് എല്ലാവർക്കും കേസ്, അത് ആദ്യം പറയാം. മുട്ടായി തരുന്നില്ല. എനിക്കറിയാം, തലവേദന, മേലുവേദന, ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, ഇന്നലെ ഞാൻ നീറ്റിട്ടില്ല, അങ്ങനെ കിടന്നു. നല്ല വീഡിയോ ഒന്നും എടുത്തില്ല. തല വെട്ടി പൊളിഞ്ഞിട്ടില്ലേ. മുരിങ്ങടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങാണ് കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ പോകും. കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലും കൂടെ ചെയ്യാനുണ്ടെങ്കിലും വേഗം എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പൂജിട്ട് വിടണ്ട. അതുകൊണ്ട് തന്നെ വലിയ ചടപ്പൊന്നുമില്ല. മുരിങ്ങടൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിടാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മത്തിക്കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പുറത്തിരിക്കാലോ പറഞ്ഞാൽ പൂച്ച വരും കേട്ടോ. ആ കുഞ്ഞ പൂച്ച കഴിക്കാതെ വരും. മീൻ ഉണ്ടാക്കാൻ വരും, എല്ലാവരും വരും. 10 ആള് വന്നാൽ 10 ഓരോന്ന് ഉണ്ടാക്കാം. നിങ്ങൾ പോയി വാടാ. കയ്യൂക്കുള്ള കാര്യക്കാരൻ പറഞ്ഞ പോലെ പച്ചനവർക്ക് കിട്ടും. ആ കവർ കഴുകി എടുത്തേക്കാനൊക്കെ നമുക്ക് എന്തിനാ കൊടുക്കാൻ. നല്ലതാ? അതല്ല, മത്തി നന്നായ മത്തിയാർന്നു. അല്ല, നല്ലതാണോ? സംഭവം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. കത്തിയാണെങ്കിൽ മോശമില്ലാത്ത കത്തി എടുത്തത്.
മത്തിക്ക് കൂട്ടിയിട്ട് കുറേ ആയിട്ട് ആ പനീരുണ്ട് കേട്ടോ. ഇപ്പൊ നല്ലതാ. പക്ഷെ ഇപ്പം മത്തി ഇഷ്ടമല്ല. എണ്ണ മത്തിയാ തിന്നേണ്ടത്. വെയിൽ ഇതൊക്കെ ഒന്ന് ഉണങ്ങണ വരെ ഒന്ന് കൂടെ നിൽക്കുവോ? പനീരുള്ളതുകൊണ്ട് ടേസ്റ്റ് ഉള്ള മത്തിയായിരിക്കും. ഞാൻ ഇപ്പൊ അതല്ല ആലോചിക്കുന്നത്. ഇത് കറിയാ വെക്കുക, വറുക്ക ചെയ്യാം. 10 ഉണ്ട്, ഓരോന്ന് വറക്കാം. 5 കറിയിലേക്ക് വിടാം. എന്നിട്ട് കഴിക്കാം. എന്താണേ മീനും വില കൂടി, നമുക്ക് മാത്രമേ വില ഇല്ലാത്തുള്ളൂ. പക്ഷെ എല്ലാ മുതലിനും വില. എൻ്റെ കുട്ടിയോ? എൻ്റെ കുട്ടിയോ? അതിന് കുട്ടിയൊന്നും വേണ്ടാവുന്നു. അതാണെങ്കിൽ അതിനേക്കാളും അശ്വമാണ്. ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് വായോ. എന്നിട്ട് മറന്നിട്ടുണ്ടാവും അത് വരെ. അങ്ങനെ തന്നെയാണ്. എന്റെ പോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കിയോണ്ട് കൊടുക്കൊന്നുമില്ല. ഒറ്റയ്ക്ക് അതിനാക്കി ഇങ്ങനെ നടക്കുക. കോഴിയൊക്കെ ഒരു പ്രായമായ ആയിട്ടോളം നോക്ക് ഒറ്റയ്ക്ക് കഴിക്കണേ. അതിന് കൊണ്ടുപോകണം കൂടി ഇല്ല. അതിന് പാകില കൊണ്ടുപോകും. വെറുതെ അല്ല ചെറുതങ്ങനെ, അതിന് കഴിക്കാനൊന്നും കൊടുക്കണില്ല. ഞാനും വയസ്സായി, എന്റെ വീടിനും വയസ്സായി വന്ന പോലെ. ഡ്രസ്സ് ഇട്ടാ മോള് എന്നാ പൊന്നാ എന്നെ പൊന്നാന്നൊക്കെ പൂച്ചേ കഴിച്ചോളൂ കേട്ടോ. എന്റെ പണി നോക്കട്ടെ. അങ്ങനെ മത്തിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് നല്ലോണം കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഒരതി കഴുകുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 പ്രാവശ്യം കഴുകണം. വെച്ചാൽ ഇപ്പം വാങ്ങണ മീനുകളൊന്നും അധികം നല്ലതല്ല എന്ന് എല്ലാവരും ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മത്തിയാണ് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മത്തി വാങ്ങിയത് കേട്ടോ. 8-10 ഉള്ളൂ, പിന്നെ ഒരെണ്ണം അയാൾ എക്സ്ട്രാ ഇട്ട് തന്നതാണ് കേട്ടോ. എന്തോ ഒരു കനിവുണ്ട്. അങ്ങനെ ഒരു 10-11 മത്തി വെച്ചിട്ടുള്ള ഒരു കലാപരിപാടിയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നാലും ഒരുപാടായിട്ട് മീനൊക്കെ കിട്ടുമ്പോഴൊരു കൊതി ഉണ്ടേനെ കേട്ടോ. നല്ലതായാൽ മതിയായിരുന്നു ഭഗവാനെ, അല്ലെങ്കിൽ 100 രൂപ സ്വാഹ എന്ന് പറഞ്ഞിട്ട് പോണ വഴി അറിയില്ല കേട്ടോ. അങ്ങനെ ആ മീനൊക്കെ കഴുകി നമ്മളവിടെ പൈപ്പും കാര്യങ്ങളും സിങ്കും പിന്നെ ആ ചട്ടിയും കത്തി എല്ലാം കഴുകി മൂറി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ മീൻ ഉണ്ടാക്കിയില്ലേ ആ സ്ഥലം കേട്ടോ. എപ്പോഴാ വരിക? വൈകുന്നേരം വരുമോ? ഉമ്മമ്മയോ? ടാറ്റാ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുവാവയാണ് കേട്ടോ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ വെറുതെ കാര്യമൊക്കെ പറഞ്ഞ് നിന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. വേഗം നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ ആരോ വിളിച്ച പോലെ തോന്നി. അതാണ് കേട്ടോ നന്ദം വിട്ട് നോക്കിയത്. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ കുത്തി ചതച്ച് വെക്കുകയാണ്. കറിക്കും വേണം, വറുക്കാൻ വേണ്ടിയിട്ടും വേണം കേട്ടോ. പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ഉപ്പേരിയിലേക്കുള്ളത് ആദ്യം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയും കൂടെ. എല്ലാ ചതക്കലും പെറുക്കലും കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിയായിട്ട് ഞാൻ നിരത്തി വെച്ചിട്ട് അവിടേക്ക് അങ്ങോട്ട് ക്ലീൻ ആക്കി വയ്ക്കും കേട്ടോ. ഇനി നമുക്ക് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാം കൈപ്പാട്ടിൽ ഇങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അരിയലും പെറുക്കലും ചതക്കലും എല്ലാം അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. എന്നിട്ട് ഈ ഒരു 10 മത്തിയിൽ 5 വറക്കാൻ വേണ്ടിയിട്ടും 5 കറി വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിലൊരെണ്ണം വലുതായിരുന്നു, അതിനെ ഞാൻ നട്ടു കഷ്ണാക്കിയിട്ട് ഇടുകയും ചെയ്തു. അപ്പം എന്തായാലും പിശുക്കിയിട്ടുള്ള പരിപാടിയാണ്. കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീൻ നല്ല പനിഞ്ചീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ പനിഞ്ചീലിൻ്റെ പൊന്നോ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ അല്ലേ നമ്മൾ ഈ ചോറും കൂടെ ഇട്ട് പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൻകുട്ടി ഇന്ന് ഇവിടെ ഇല്ല, അവൻ ക്ലാസ്സിന് പോയിരിക്കുക. അപ്പോൾ ചോറിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും എടുത്ത് തീർക്കും. അതുകൊണ്ട് നമ്മളിന്ന് ചോറിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല, നമ്മൾ സെപ്പറേറ്റ് പൊരിക്കുക, എന്നിട്ട് നമുക്കതെടുത്ത് കഴിക്കുകയും ചെയ്യാം.
ഇനി മീൻ വറുക്കാനിലേക്ക് അരപ്പ് ആദ്യം കൂട്ടി വെക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മല്ലി മുളകും എരിവും പുളിയൊക്കെ ഇങ്ങോട്ട് പിടിച്ചോട്ടെ. എന്നിട്ട് നമ്മളതിലേക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പെരിഞ്ചീരവും കൂടെ ചതച്ച് വെച്ചതും പാകത്തിനൊപ്പം ഞാൻ സുറുക്ക ഉണ്ടെങ്കിൽ സുറുക്കയും കൂടെ ഒഴിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ സുറുക്ക തീർന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നല്ലോണം കൈവച്ച് നല്ല പൊനച്ച് വെക്കും കേട്ടോ. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി ആ മത്തിയിലെ വെള്ളം തന്നെ ഉണ്ടാവും. എന്നിട്ട് ഈ മസാല അതിലൊക്കെ ഒന്നിങ്ങോട്ട് പിടിക്കണ രീതിയിൽ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് പൊനച്ചിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. ഇനി ഈ ചട്ടിയിൽ വേണം നമുക്ക് മുളകിടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ മീൻ കറിയും ചിക്കൻ കറിയും ചിക്കനും മീറ്റ് ഐറ്റംസും ഒക്കെ ഈ ചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. അലുമിനിയം പാത്രങ്ങളിൽ വയ്ക്കുന്ന കറിക്കൊരു ടേസ്റ്റ് കുറവ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുഞ്ഞു ചട്ടിയിലാണ് വയ്ക്കുന്നത്. ചട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പേസ്റ്റും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടു. പിന്നെ വേപ്പിലയും കൂടെ ഇട്ടിട്ട് നടാൻ നല്ലോണം വഴറ്റി കൊണ്ടുവരാം. ഇതൊരു ലേശം ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമുക്ക് അടുത്ത തക്കാളിക്കൂട്ടനെ ചേർക്കേണ്ടത്. ഇതാണ്ട് ഒരു വെള്ള പൂച്ച. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക പൂച്ചകളും വന്ന് കൂടിയേറിയിട്ടുണ്ട് കേട്ടോ. കറുപ്പും വെള്ളയും ചുവപ്പും പച്ചയൊക്കെ ഉണ്ട്. പച്ചയില്ല, എന്നാലും ഒരു ഓളത്തിന് അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടുകൊടുത്തു. തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും പൊടികൾ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പാകത്തിന് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. പുളി കുറച്ച് കൂടുതലാണെന്ന് കാണുമ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളി പിഴിയാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അപ്പോൾ പാകത്തിന് പുളി ഉപ്പും കാര്യങ്ങളും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു തിള വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം കേട്ടോ. എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറി തിളച്ചതിൻ്റെ ശേഷം മീനിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ ഈ പച്ചമീൻ ഇട്ടിട്ട് അതിൻ്റെ കൂടെ അരപ്പിട്ടിട്ട് ഒരുമിച്ച് തിളപ്പിക്കും. എനിക്കെന്തോ അതൊരു വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യണ കൊണ്ടാണ് അത് വേറെ ഐറ്റം ആയിരിക്കും. നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ആ തിള വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതാ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പച്ചമുളകും ചെറുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചീരല്ല മുരിങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. സിമ്മിൽ അങ്ങനെ വേവട്ടെ. തോരനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതിലേക്ക് ജീരകം ചെറുള്ളി പച്ചമുളക് അങ്ങനെയൊന്നും അരയ്ക്കണില്ല. എനിക്ക് വെറുതെ ഇങ്ങനെ നാളികേരം ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ളത് അങ്ങോട്ട് ചിരകിയിട്ട് അവിടെ ഒന്ന് അപ്പാടെ തുടച്ചിട്ട് നമ്മുടെ ചിരവ് അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരനായി കഴിഞ്ഞാൽ അതിലങ്ങോട്ട് നാളികേരം ഇടാം കേട്ടോ. അപ്പോൾ ഓരോന്ന് അങ്ങനെ റെഡി ആവട്ടെ. നമുക്കൊന്നും വലിയ ധൃതിയൊന്നുമില്ല. പക്ഷേ മെല്ലെ മതി. ഞാനും പൂജട്ടി മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ ഇത് പെറുക്കി ഇട്ട് കൊടുക്കുക. പെറുക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ആ 3-4 അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തിള നല്ലോണം വെന്ത് മീൻ വേവണ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങടയിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ചു. ഇതൊന്നും കൂടെ കൂടെ ആവി കയറട്ടെ. അപ്പോഴാണ് ആ ടേസ്റ്റ് തേങ്ങയുടെയൊക്കെ നാളികേരത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചീര ആയി കേട്ടോ. ചീരാന്നെൻ്റെ വായിൽ വരുള്ളൂ. മുരിങ്ങടല ആയി കേട്ടോ. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കി വെച്ചു. ഇങ്ങനത്തെ കുഞ്ഞ് ചട്ടിയില്ലേ, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞ് ചട്ടിയും കൂടെ മേടിക്കാൻ കേട്ടോ. കറി ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഈ ഒരു മൺപാത്രങ്ങളിൽ അടച്ചു വയ്ക്കുന്ന കാണാൻ വേണ്ടി നല്ല രസമാട്ടോ. കിച്ചണിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടേക്കാളും രസമുണ്ട് എനിക്ക് നേരിട്ട് കാണുമ്പോൾ. എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനത്തെ മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഞ്ഞു പാത്രങ്ങളിനി കാണുമ്പോൾ എനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതാ നമ്മുടെ ചീര ഉപ്പേരി മുരിങ്ങ ഉപ്പേരി ആയി. അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടി പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതാ പെറുക്കി നമ്മുടെ മീനും ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 5-6 അങ്ങനെയും വറുക്കാൻ വെച്ചിട്ടുണ്ട്. 5 കേട്ടോ. എന്നിട്ട് അത് വറുക്കാൻ വെച്ചതിൻ്റെ ബാക്കി മസാല ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ മീനിൻ്റെ പനിഞ്ഞിലില്ലേ, എന്താ പറയാം, മീൻമുട്ട അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ ഇങ്ങനെയാണ് പറയുക. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഞാൻ കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് പുരട്ടി മാറ്റി വെച്ചു. ഇനി നമ്മുടെ മീൻ ആവണ സമയം കൊണ്ട് ഒരു 3-4 പാത്രങ്ങളുണ്ട്, അതങ്ങോട്ട് കഴുകി വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കൂടി വരും കേട്ടോ. അപ്പോൾ കൂടാൻ വേണ്ടി നിൽക്കണ്ട. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. പൂജിട്ട് ഈ സമയം കൊണ്ട് അടിച്ചുവാരലൊക്കെ കഴിച്ചിട്ടുണ്ട്. വൈകുന്നേരമാണ് നമ്മൾ തുടയ്ക്കുക. അതുകൊണ്ട് പിന്നെ പകൽ അങ്ങോട്ട് അടിച്ച് വാരിയിട്ടാൽ മതി കേട്ടോ. വലിയ അലമ്പൊന്നും ആവില്ലേ. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ വറുത്ത് മുരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. എനിക്ക് ഈ മത്തിയില്ലേ ഒരുപാട് ചില സമയങ്ങളിൽ എനിക്ക് ഒരുപാട് ഇങ്ങോട്ട് മൂത്ത് ഇങ്ങോട്ട് ഒരു മരക്കഷ്ണം പോലെ ആവണ ഇഷ്ടമല്ല. ഒരു മുക്കാവേവ് ഒരു വെച്ചാലും നമ്മൾ അല്ലാണ്ട് മൂത്ത് കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം സൈസിൽ അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റണം. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ഇന്നെടുത്തിട്ടുള്ളത്. നല്ലോണം കുരുമുളക് ഇട്ടിട്ട് ആ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പെരുജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് സൂപ്പറായിരിക്കും കേട്ടോ ഈ ഒരു മീൻ വറുത്തതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു പൊടി മതി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊരു പാത്രത്തിൽ വറുത്തത് മാറ്റി വെച്ചിട്ട് ആ പാനെല്ലാം തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീനിൻ്റെ പനിഞ്ഞിലില്ലേ മുട്ട,
അത് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതൊന്ന് അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് കണ്ണിലേക്കൊക്കെ പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് സിമ്മിലാക്കിയിട്ട് ഇവിടെയൊക്കെ തുടച്ചിട്ടിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാച്ചാൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാമുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കുളി വേഗം ഞാൻ പാസ്സാക്കട്ടെ. പൂജട്ടി കുളിക്കാൻ മടിച്ചിയാണ് കേട്ടോ, ഇതുവരെ പൂജട്ടിയുടെ കുളി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ ഞാൻ വിളമ്പി പൂജട്ടിക്ക് ഫുഡും വിളമ്പിയപ്പോഴാണ് അവൾ പറയണത് അയ്യോ എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണാൻ വയ്യ, ഒരുപാട് കാലമായിട്ട് പച്ചമീൻ കിട്ടിയ എൻ്റെ കൊതിയുണ്ട്. ഞാൻ വിചാരിച്ചു അവൾ വരുമ്പോൾ വരട്ടെ, ഞാൻ എന്തായാലും ചോറുണ്ണട്ടെ എന്ന്. അങ്ങനെ നമ്മുടെ ചോറും മത്തി മുളകിട്ടതും മീൻ വറുത്തതും മീനിൻ്റെ പനിഞ്ഞിലും മുരിങ്ങയുടെ ഉപ്പേരിയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാനൊരു പിടുത്തം അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നും ഞാൻ വിളമ്പണേക്കാട്ടിലും കുറച്ച് ചോറ് കൂടുതൽ ഉണ്ട് കേട്ടോ. അത് ഈ മീനിൻ്റെ കൊതി കൊണ്ടാണ്. മീൻ കിട്ടിയതിൻ്റെ ഒരു ആക്രാന്തം ഇന്ന് കൂട്ടിക്കോളൂ. പ്രത്യേകിച്ച് മത്തി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. മത്തി ഇവിടെ പൂജട്ടിക്ക് വലിയ പിടിയില്ല, കഴിക്കും കേട്ടോ, അങ്ങനെയല്ല, എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കും കണ്ണൻകുട്ടിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നിന്നിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയണേക്കാം. അപ്പോൾ ഞാൻ പകുതി അവിടെ ഇരുന്നിട്ട് 2-3-4 വായ കഴിച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മാക്ക ഇരുന്ന് വെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂജട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് വിളമ്പി വെച്ച് ചോറ് എടുത്തു കൊടുക്കണമല്ലോ. എടുത്തു കൊടുക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ, എന്തെങ്കിലുമൊക്കെ കത്തിയടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ അങ്ങനെ ചൊറിയാൻ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ അവൾക്കും കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാനം കൊടുക്കാണ്ട് ഞാൻ കൂടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചിരിച്ചിട്ട് കുറേ നേരം അതിൻ്റെ തരുപ്പിലൊക്കെ കയറിയിട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഗൈസ് ഒരു ഉറക്കൊക്കെ ഉറങ്ങി നീട്ടു കേട്ടോ. നമുക്കിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. പൂജട്ടിക്ക് നല്ല ജലദോഷമുണ്ട്, അപ്പോൾ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ 7 മണി വരെ ഉണ്ട്. അപ്പോൾ ഇനി പോയി വന്ന് കാണിച്ചിട്ട് വേണം നമുക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നൈസ് മെല്ലെ പോയിട്ട് വേഗം വരാം. മെല്ലെ പോയിട്ടില്ല, വേഗം പോയിട്ട് വേഗം വരാം. ഇവിടെ തന്നെയാണ് കേട്ടോ, കുളമംഗലം തന്നെയാണ്, ബാവപ്പടി പറയും അവിടെ. പോരും ആൾക്ക് നല്ല ജലദോഷവും ചുമയുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും പൂജട്ടിക്ക് വയ്യായികയും കാര്യങ്ങളും വരാത്തതാണ്. വന്നാൽ തന്നെ അവൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കൂട്ടാക്കാത്ത ആളുമാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ആറ്റുനൂറ്റ് പോയപ്പോൾ അവിടെ അടയ്ക്കും ചെയ്തു കേട്ടോ. ഇവിടെ 6 മണി വരെ ഉള്ളൂ ഇത്രയും, എല്ലാ പ്രാവശ്യം 7 മണി വരെ ഉണ്ടാവാറുണ്ട്. അത് വിചാരിച്ചിട്ടൊക്കെ കെട്ടിയോടുന്നുള്ളിൽ പോയതാണ്. പിന്നെ വിചാരിച്ചു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവൾക്ക് എന്തെങ്കിലും ഇതല്ലേ ഏലാതി ലേഹ്യോ കപ്പ് സിറപ്പ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുക വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ രാത്രി കിടന്നിട്ട് കൊടാന്ന് കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വരണ വഴിക്ക് നല്ല പൊരിക്കടിയും ചായയും കണ്ടപ്പോൾ നമ്മൾ ചായയും ഇതല്ലേ ഉഴുന്നുവടയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുളമംഗലത്തുള്ള സ്പോട്ടാണ് കേട്ടോ, ചായക്കടയാണേ. ഇവിടെ നിന്നാണ് മിക്കതും നമ്മൾ ചായ കുടിക്കാറ്. ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് സ്ഥിരം കലാപരിപാടി തന്നെയാണ്. വിളക്ക് വയ്ക്കാറായി. ഇനി നമ്മുടെ കൊലായും അകവും എല്ലായിടവും ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉമ്മറ ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ തുടയ്ക്കാനൊക്കെ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. നമ്മൾ ഈ ചെടികൾക്കൊക്കെ അല്ലേ കുറേ ആയിട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ പുറത്ത് മഴ പെയ്യണോണ്ട് എൻ്റെ വിചാരം വിറ്റിക്കും വെള്ളം കിട്ടണമെന്നുണ്ടെന്നാണ്. മറ്റത് വേനൽക്കാലത്ത് സ്ഥിരമായിട്ടുള്ളൊരു കലാപരിപാടി വൈകിട്ട് ഇങ്ങനെ അടിച്ചു വരാൻ ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ നനയ്ക്കുക എന്നുള്ളത്. പിന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും മഴയായ കാരണം തന്നെ നമ്മൾ ഈ ഒരു ഉമ്മറ ഭാഗം കൊലായില്ലേ ഇവിടെ മാത്രം കണ്ട് അടിച്ചു വാരിയിട്ടിട്ട് അങ്ങോട്ട് കയറി പോവാറാം. മുറ്റം അടിച്ചു വരാൻ ഇപ്പോൾ കുറച്ചായിട്ടില്ലല്ലോ മഴ കാരണം. അത് കാരണം മഴ ഇല്ലാത്ത ദിവസങ്ങളിലാണ് വിറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം മോപ്പ് വെച്ച് തുടയ്ക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ച പട്ടി അങ്ങനത്തെ എന്തോ സാധനം വന്നിട്ട് അതിൻ്റെ കാൽപ്പാട് കാണാം. അപ്പോൾ എനിക്കത് മോപ്പിൽ തുടയ്ക്കുമ്പോൾ എന്തോ അറപ്പ് പോലെയാണ്. പിന്നെ അതന്നെ ഞാൻ കൈ കൊണ്ട് തുടരണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചൂലുകൊണ്ട് അടിച്ചു വാരിയിടും. പിന്നെ ആ ചൂലൊന്നും ഇങ്ങനെ പൊന്തിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചൂലിൻ്റെ തലപ്പ് ഉണങ്ങുകയും ചെയ്യും കേട്ടോ. മുറ്റത്ത് ഇവിടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു തിണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റടിച്ച് വരുന്ന ചൂലാട്ടോ ഞാൻ എടുക്കാറ്. അപ്പോൾ അതൊക്കെ നല്ലോണം അടിച്ച് കഴുകിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നല്ലോണം പച്ചപ്പുണ്ട്, വഴുപ്പ് വരും കേട്ടോ, അങ്ങനെ വഴുക്കൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ടു. എന്നിട്ട് പൂജട്ടിയാണ് മേലെ കഴുകിയിട്ട് ഇന്നിപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇന്ന് ഞാനല്ല. അപ്പോൾ ആളൊക്കെ കാര്യമായിട്ട് വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് നേരം വൈകി. 6:10 മുന്നേ നമ്മൾ 6 മണിൻ്റെ ഉള്ളിലൊക്കെ വിളക്ക് വെക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി നേരം വൈകിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.